Yes, I'm back and I am the chef of the day. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാല. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന മഷ്റൂം ബട്ടർ മഷ്റൂമാണ് ഇത്. അപ്പോൾ മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ബട്ടർ മഷ്റൂമാണ്. എനിക്ക് കുറേ മഷ്റൂം ടൈപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ബട്ടർ മസാല. ഇതുപോലത്തെ ഒരു ഷേപ്പിൽ വേണം എടുക്കാൻ. ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണിത്. നിങ്ങൾക്കറിയായിരിക്കും, പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് മഷ്റൂം, ബട്ടർ മഷ്റൂം. ഇതാണ് സവാള. ഇത് വെളുത്തുള്ളി. സോറി, ഇതാണ് കറിവേപ്പില. ഇതാണ് മുളക്. ഇത് മല്ലിപ്പൊടി. ഇത് മല്ലിപ്പൊടി. ഓക്കെ, ഇത് മുളക്, മല്ലിപ്പൊടി, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ. ഇതൊക്കെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യത്തിന്. നമ്മൾ തീ കൊടുക്കാൻ പോവാണ്. യെസ്, ഫസ്റ്റ് ട്രൈ. അപ്പോൾ നമ്മുടെ സവാള മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ വീഡിയോ പറ്റിയപ്പോൾ സോറി. നമ്മുടെ സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. ഏകദേശം ഒരു ഗോൾഡൻ കളറായി. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് മസാലക്കൂട്ടുകൾ ആഡ് ചെയ്യാം. ഗരം മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്യണം. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാല. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരണം. അതിൻ്റെ കൂടെ ഒന്ന് ഉപ്പൊന്ന് ആഡ് ചെയ്തു. തക്കാളിയുടെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒന്ന് ഉപ്പ് ആഡ് ചെയ്യണം. ഇതിലിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ക്ലിയർ ആയി വരുമ്പോൾ നമുക്ക് മഷ്റൂം ഒന്ന് ആഡ് ചെയ്തു. ഗ്രേവി ഏകദേശം സെറ്റായിട്ട്. അപ്പോൾ ഇത്തിരി മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്തിരി റോസ്റ്റ് ആയിട്ട് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം.
വല്ലതും നടക്കോ? ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. ഒരു ഗ്രേവി വരെ കിട്ടാനായിട്ട് നമുക്ക് ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്യാം. കുറച്ചുകൂടി തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. കറി ഏകദേശം സെറ്റ് ആവാറായി. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ കറി നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ ബട്ടർ പനീർ മസാല ഒക്കെ പോലെയുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.